ഈസ്റ്റ് ടീ സ്പെഷ്യൽ ടീ. ചായ ഇനി എന്നും സ്പെഷ്യലാണ്. നമസ്കാരം. ഈ ഇലക്ഷൻ കഴിഞ്ഞാലും ഞാനും ഷൈജുവും തമ്മിലുള്ള ബന്ധത്തിന് വിഘാതമാകുന്ന ഒന്നും എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നൊരു സ്ഥാനാർത്ഥി പറയുന്നത് നമ്മൾ കണ്ടു. മിഥുൻ മാഷ് തിരുവാലി പഞ്ചായത്തിലെ UDFന്റെ സ്ഥാനാർത്ഥിയാണ്. നമ്മൾ എത്തി നിൽക്കുന്നത്, നമ്മുടെ യാത്ര മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവാലി പഞ്ചായത്തിലാണ്. ഞാൻ മാത്രമല്ല, എനിക്കൊപ്പം മിഥുൻ മാഷും ഷൈജുവും ചേരുകയാണ്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് യഥാർത്ഥത്തിൽ മിഥുൻ മാഷിന്റെ ഒരു പ്രസംഗമാണ്. അതിങ്ങനെ കേരളം മൊത്തം ആളുകൾ ഇങ്ങനെ കേൾക്കുകയാണ്. സന്തോഷം. എന്താണ് എന്നെ ഷൈജുവിനെയും തമ്മിൽ തെറ്റിക്കുന്ന ഒന്നും വേണ്ട. അത് അങ്ങനെയല്ല, നമ്മളിപ്പോ സൗഹൃദമാണല്ലോ. നമ്മള് രാഷ്ട്രീയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗജനാധിപത്യ വ്യവസ്ഥിതി എന്നുള്ള നിലയിൽ നമ്മൾ നേരിടേണ്ട ഒന്നാണ്. പക്ഷെ അതിനിടയിൽ ഞങ്ങൾക്കിടയിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരുടെയും ഉത്തരവാദിത്വമാണ് എന്നുള്ള ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് എനിക്ക് അന്ന് അങ്ങനെ സംസാരിക്കേണ്ടി വന്നു. ഞാൻ അന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. ഷൈജു എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്ത നിയറസ്റ്റ് ഹോമാണ് ഷൈജുവിൻ്റെ വീട് എന്ന് പറയുന്നത്. ഞാനതിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു വീട് അല്ലെങ്കിലും ഒരു ഫൗണ്ടേഷനിലല്ല എങ്കിലും ഞങ്ങളൊരു വീടാണ്. മനസ്സുകൊണ്ട് ഞങ്ങളൊരു വീട്ടിലാണ് കഴിഞ്ഞു വന്നിട്ടുള്ളത്. ഷൈജു ഭായ്, മിഥുൻ മാഷ് പറഞ്ഞതുപോലെ തന്നെയാണോ? മിഥുൻ മാഷ് പറഞ്ഞ പോലെ തന്നെയാണ്. വെച്ചാൽ മിഥുൻ മാഷ് എന്നപ്പുറത്തേക്ക് ഞങ്ങൾ അങ്ങനെ ചെറുപ്പം മുതലൊരു ബന്ധമുള്ളതാണ്. അപ്പോൾ അവൻ ആദ്യമായിട്ടൊരു തിരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. അപ്പോൾ അവൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറയപ്പെട്ട വീഡിയോ ആണ് ഇങ്ങനെ ഒരു വൈറലായതുണ്ടായിട്ട്. അപ്പോൾ അത് വളരെ സന്തോഷം. നമുക്കെന്ന് വെച്ചാൽ ഈ നാടിൻ്റെ ഒരു ചരിത്രവും പാരമ്പര്യവും അത് തന്നെയാണ്. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാരെ? അത് രണ്ടുപേരും സത്യം പറഞ്ഞാല് എന്റേത് അവിചാരിതമായിട്ടൊരു കടന്നുവരവാണ്. UDFന്റെ പിന്തുണച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്നെ ഇതിലേക്ക് നയിച്ച ആളുകൾ എന്നെ അങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ എന്നെക്കുറിച്ചൊന്ന് വിലയിരുത്തി. ഒരു നാടും നാട്ടുകാരും എന്നെ ആവശ്യപ്പെടുക എന്ന് പറയുമ്പോൾ എനിക്ക് ചിലത് ചെയ്യാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് പതുക്കെയാണെങ്കിൽ പോലും ഞാനത് റിയലൈസ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അയൽവാസിയാണ് അല്ലെങ്കിൽ ആത്മസുഹൃത്താണ് എന്ന് മനസ്സിൽ. തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നെ പോലെ തന്നെ എൻ്റെ നാട്ടുകാർക്കും പ്രിയപ്പെട്ട എല്ലാ ആളുകൾക്കും ആശങ്കകളുണ്ട്. ഞങ്ങളെ ഇതുപോലെ ഇങ്ങനെ ചേർന്ന് നിൽക്കണം തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് അതുപോലെ തന്നെ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു കളങ്കമല്ല, ഒരു തടസ്സമല്ല. അപ്പൊ ഞങ്ങൾ തിരുവാലിയിൽ വന്ന് മടങ്ങി പോകുന്നത് വലിയ സന്തോഷത്തോടെയാണ്. കാരണം ഇത് കേരളം മുഴുവൻ പറയട്ടെ, ബന്ധങ്ങൾ ശിഥിലമാകാതെ കാക്കണം. തെരഞ്ഞെടുപ്പ് വരും പോകും, ജയം തോൽവി ഉണ്ടാവും. നമ്മളെ രാഷ്ട്രീയം പറയും, ജനം അത് ഏറ്റെടുക്കുന്നെങ്കിൽ ഏറ്റെടുക്കട്ടെ, വോട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യട്ടെ. പക്ഷേ ഞങ്ങൾ എന്നും ഇതുപോലെ ഒന്നായി നിൽക്കും എന്ന് പറയുന്നത് രാഷ്ട്രീയം വല്ലാത്ത കാഴ്ചയാണ്. അപ്പൊ വീണ്ടും ഞങ്ങളെ യാത്ര തുടരുകയാണ്. ഞങ്ങൾ കേരളം മൊത്തം ഇത് പറയും, നിങ്ങളെ രണ്ടുപേരെ കുറിച്ചും പറയും. താങ്ക് യു സോ മച്ച്.